ഹലോ, നമുക്കിന്ന് അടിപൊളി ഒരു മാൽദീവിയൻ സ്റ്റൈൽ നൂഡിൽസ് ഉണ്ടാക്കിയാലോ. എനിക്ക് തോന്നുന്നു മീൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കൂടി ഇത് കഴിക്കും, ഷുവറാണേ. അപ്പോൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കറിവേപ്പില വേണം. പിന്നെ ഇതിന് റാമ്പേല, ഇതിന് മുന്നേ ഇതൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്, റാമ്പേല എന്തോ എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ഇലയാണ് ഇത്, പക്ഷേ നാട്ടിൽ എന്താ അതിന് പേര് പറഞ്ഞ് എനിക്കറിയില്ല. പിന്നെ വേണ്ടുന്നത് ടിൻ ഫിഷാണ്. ഇത് ഞാൻ ടൂണ ടിൻ ഫിഷാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ചില്ലി ഉള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ചില്ലി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഉണ്ടമുളക് ഉണ്ടല്ലോ, അതിലത്തെ മുളക് നമുക്ക് ആഡ് ചെയ്യാം. ഭയങ്കര എരിവുള്ള മുളകാണ്. കുറച്ച് ഒരെണ്ണം ഒരുപാട് നൂഡിൽസ് ഉണ്ടെങ്കിൽ ഒരു മുളക് മതിയാവും. പിന്നെ നമ്മുടെ ഉള്ളി കുനുകുന അരിയുക. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഞാനൊരു 10 പാക്കറ്റ് നൂഡിൽസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെടുത്തൊരു 6-7 ഉള്ളി എടുത്തിട്ടുണ്ട്, സവാള ഉള്ളി. അപ്പോൾ മീഡിയം സൈസിലുള്ള ഉള്ളി അതൊക്കെ എടുത്ത് നന്നായിട്ട് നമ്മൾ നൈസായിട്ട് അരിഞ്ഞു വെക്കാം. അതാണ് അടുത്ത ടാസ്ക്. അതെല്ലാം അഴിഞ്ഞതിന് ശേഷം നമ്മളുടെ നൂഡിൽസ് പാക്കറ്റ്, ഇതാണ് ഇവിടുത്തെ നൂഡിൽസ്. ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് എത്ര നൂഡിൽസ് വേണോ അതെല്ലാം പൊട്ടിച്ച് വെക്കാം എല്ലാം കൂടി. അപ്പോൾ ഇതിനകത്തൊരു മസാല ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇതിനകത്ത് ഇത് ഫുൾ ഇടുകയാണെങ്കിൽ ഒരു പാക്കറ്റിനകത്ത് ഭയങ്കര ഉപ്പായിരിക്കുമേ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 10 നൂഡിൽസ് പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 6 പാക്കറ്റ് മസാല മതിയാവും, അല്ലെങ്കിൽ ഭയങ്കര ഉപ്പാകും, നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ വേണം ഇതിൻ്റെ മസാല എടുക്കാൻ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു ഇതുണ്ട്, പിക്നിക്കുണ്ട്. അപ്പോൾ പിക്നിക്കിന് പോയിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ ഏതെങ്കിലും നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ട്, അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അല്ലാണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും കഴിക്കണ്ടേ. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് നൂഡിൽസ് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇവിടുത്തെ സ്റ്റൈലായതുകൊണ്ട് ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് കരുതി അതെല്ലാം റെഡിയാക്കി, ഉള്ളിയൊക്കെ അരിഞ്ഞു, നൂഡിൽസ് പാക്കറ്റ് എല്ലാം പൊട്ടിച്ചൊക്കെ വെച്ചു, എല്ലാം സെറ്റ് ചെയ്ത്. ഇനി അടുത്ത ടൂണയുടെ ടിൻ ഫിഷ് തുറക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. ചില സമയത്ത് നന്നായിട്ട് എടുക്കാൻ പറ്റും, ചില സമയത്ത് കത്തി, വടിവാൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പം പറ്റും കേട്ടോ, ചിലപ്പോൾ ആ ക്ലിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറ്റുന്നതാണ്. പക്ഷേ എൻ്റെ തുറപ്പ് കാരണമായിരിക്കും അത് പറ്റിയില്ല, പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് വീണ്ടും കത്തി വെച്ച് കുത്തി തുറക്കുകയാണ് ഞങ്ങൾ. അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് സ്റ്റവ് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഓയിൽ ആഡ് ചെയ്യേണ്ടത്, നമ്മൾ ഇതിനകത്ത് കുറച്ച് ഓയിലുണ്ട്, ആ ടിൻ ഫിഷിനകത്ത് കുറച്ച് ഓയിലുണ്ട്, നമ്മൾ അത് ആഡ് ചെയ്യുന്നുള്ളൂ ഇവിടെ, അല്ലാണ്ട് വേറെ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ 3 ടിൻ ഫിഷ് എടുത്തുകൊണ്ട് ആ 3 ടിന്നിലെയും ഞാൻ ഓയിൽ ആഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഉള്ളി, നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ഉള്ളി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പില, പിന്നെ റാമ്പേല കട്ട് ചെയ്തിടാവേ, വലിയ ഇലയില്ല, അതുകൊണ്ട് മുറിച്ചിട്ടാൽ മതി. പിന്നീട് ആ 6 പാക്കറ്റ് മസാല നൂഡിൽസിനകത്തുള്ള വെച്ചാൽ 10 പാക്കറ്റ് എടുത്തതിനകത്ത് 6 പാക്കറ്റ് മസാല മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഓരോ ടിൻ ഫിഷും നമ്മൾ തട്ടിയിട്ട് കൊടുക്കാതെ അതിനകത്തോട്ട് വലിയ പീസായിരിക്കും, അതുകൊണ്ട് നമ്മൾ തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അത് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക, ഓരോ ടിന്നും തട്ടിയിടുക, എന്നിട്ട് നന്നായിട്ട് ഉടച്ച് ചേർക്കാനായിട്ട്. അങ്ങനെ നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം നൂഡിൽസിന് നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നൂഡിൽസിന് വേകാൻ പാകത്തിനുള്ള വെള്ളം അറിയാമല്ലോ, ആ പാകത്തിന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നേ പൊടിച്ച് വെച്ചേക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നേരത്തെ 10 പാക്കറ്റ് നൂഡിൽസ് അങ്ങനെ ഞാൻ പൊടിച്ച് വെച്ചത് ഇങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കുകയാണേ. കുറച്ചുകൂടി വെള്ളം വേണം, ഈ വെള്ളം പാകമാകത്തില്ല. അപ്പോൾ അതിന് ശേഷം കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിന് വേവിച്ചെടുക്കുക നല്ലോണം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവായിട്ടുണ്ട് കേട്ടോ, ഒരുവിധം ആയിട്ടുണ്ട്, എങ്കിലും കുറച്ചുകൂടി വേണം. അപ്പം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. ഈ വലിയ ചീനച്ചട്ടി അടയ്ക്കാൻ പാകത്തിനുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പിക്നിക് സ്പോട്ടിലെത്തി, ഫുഡെല്ലാം ഞങ്ങൾ കഴിച്ച് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പിക്നിക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.